പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധമാണ് പ്രാർത്ഥന അഥവാ ദുആ. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവർക്ക് വേണ്ടി, പ്രത്യേകിച്ച് അവർ അറിയാതെ അവരുടെ അസാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുന്നതിന് ഇസ്ലാമിൽ വലിയ പദവിയും സവിശേഷതയുമുണ്ട്. ഈ വിഷയത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു മനോഹരമായ ഹദീസാണ് സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. ഹദീസിൻ്റെ ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഒരു മുസ്ലിമായ വ്യക്തി തൻ്റെ സഹോദരന് വേണ്ടി അവൻ്റെ അസാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുന്നതാണ്. അവൻ്റെ തലക്കടുത്ത് അതിനായി ചുമതലപ്പെടുത്തപ്പെട്ട ഒരു മലക്കുണ്ടായിരിക്കും. അവൻ തൻ്റെ സഹോദരന് വേണ്ടി നന്മ പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും ആ മലക്ക് പറയും: ആമീൻ. അള്ളാഹുവേ, നീ ഇത് സ്വീകരിക്കണമേ, നിനക്കും അതുപോലെ ലഭിക്കട്ടെ. ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. സ്വാർത്ഥതയില്ലാത്ത സ്നേഹം. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി അവർ അറിയാതെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൃശ്യമാകുന്നത് നിഷ്കളങ്കമായ സ്നേഹമാണ്. പ്രശംസയോ പ്രത്യുപകാരമോ പ്രതീക്ഷിക്കാതെ നടത്തുന്ന ഇത്തരം പ്രാർത്ഥനകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറെ പ്രിയങ്കരമാണ്. മലക്കിൻ്റെ പ്രാർത്ഥന. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി സൗഖ്യമോ ഐശ്വര്യമോ പാപമോചനമോ ചോദിക്കുമ്പോൾ മലക്കുകൾ നമുക്ക് വേണ്ടിയും അതേ കാര്യം അള്ളാഹുവോട് ചോദിക്കുന്നു. അതായത്, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒന്നാമത്തെ ഫലം ലഭിക്കുന്നത് നമുക്ക് തന്നെയാണ്. സമൂഹത്തിലെ ഐക്യവും സാഹോദര്യവും മനസ്സിൽ കുശുമ്പും അസൂയയും വെച്ചുകൊണ്ട് ഒരാൾക്ക് മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയില്ല. അതിനാൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഹൃദയ ശുദ്ധീകരണത്തിനും സമൂഹത്തിൽ സ്നേഹവും പരസ്പര വിശ്വാസവും വളർത്താനും സഹായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകളിൽ സ്വന്തം കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്താതെ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, രോഗികൾ, പ്രയാസമനുഭവിക്കുന്നവർ എന്നിവരെയെല്ലാം ഓർക്കുക. നമ്മൾ അവരുടെ അസാന്നിധ്യത്തിൽ അവർക്കായി പ്രാർത്ഥിക്കുമ്പോൾ ഓരോ പ്രാർത്ഥനയിലും മലക്കുകളുടെ ആമീനോടെ നമ്മളിലേക്ക് തന്നെ അനുഗ്രഹമായി തിരിച്ചെത്തും. അള്ളാഹു നമ്മെ എല്ലാവരെയും പരസ്പരം നന്മ ആഗ്രഹിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാക്കി ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.